പൂച്ചകൾ എങ്ങനെയാണ് മനുഷ്യരുമായി ആശയവിനിമയം നടത്തുന്നതെന്നറിയാമോ? അതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. പ്രധാനമായും ശബ്ദങ്ങൾ, ശരീരഭാഷ, സ്പർശം, ഗന്ധം എന്നിവയിലൂടെയാണ് ഇവ ആശയങ്ങൾ കൈമാറുന്നത്. മ്യാവു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ശ്രദ്ധ ആകർഷിക്കാൻ, ഭക്ഷണം ചോദിക്കാൻ, സ്വാഗതം ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തുപോകാൻ, അകത്തേക്ക് വരാൻ. മുതിർന്ന പൂച്ചകൾ മറ്റ് പൂച്ചകളോട് സാധാരണയായി മ്യാവു പറയാറില്ല. ഇത് മനുഷ്യർക്കു വേണ്ടി മാത്രം പഠിച്ചെടുത്ത ഒരു രീതിയാണ്. പേറിംഗ് സാധാരണയായി സന്തോഷവും സംതൃപ്തിയും പ്രകടിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ വേദനയോ സമ്മർദ്ദമോ ഉണ്ടാകുമ്പോൾ സ്വയം ആശ്വസിപ്പിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ട്രില്ലിംഗ്, ചേർപ്പിംഗ് ഇത് സൗഹൃദപരമായ ഒരു സ്വാഗതമായി പൂച്ചകൾ ഉപയോഗിക്കാറുണ്ട്. അമ്മപ്പൂച്ചകൾ കുട്ടികളെ വിളിക്കുന്നത് പോലെ. ഹിസ്സിംഗ്, ഗ്രൗളിംഗ് ഭയം, ദേഷ്യം അല്ലെങ്കിൽ അസ്വസ്ഥത എന്നിവ പ്രകടിപ്പിക്കുന്നു. അടുക്കരുത് എന്ന മുന്നറിയിപ്പാണിത്. ബോഡി ലാംഗ്വേജ് പൂച്ചയുടെ ഭാവങ്ങൾ, ചെവികൾ, വാല്, കണ്ണുകൾ എന്നിവ ശ്രദ്ധിക്കുന്നത് അവയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സഹായിക്കും. വാല് മുകളിലേക്ക് പിടിക്കുക സാധാരണയായി സന്തോഷത്തോടെയുള്ള സ്വാഗതത്തെ സൂചിപ്പിക്കുന്നു. അറ്റത്ത് ഒരു ചോദ്യചിഹ്നം പോലെ വളവുള്ള വാല് അവ കളിക്കാൻ തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു. വാലാട്ടുക വേഗത്തിൽ വാലാട്ടുന്നത് അസ്വസ്ഥതയോ കോപമോ ആകാം. പതുക്കെ കണ്ണിറുക്കുക പൂച്ചകൾ മനുഷ്യരുമായി സ്ലോ ബ്ലിങ്ക് ചെയ്യുന്നത് എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. ചെവികൾ മുന്നോട്ട് ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ സന്തോഷത്തിലാണ്. ചെവികൾ പരത്തുക ഭയം അല്ലെങ്കിൽ ആക്രമണ സന്നദ്ധത. വയർ കാണിക്കുക സുരക്ഷിതത്വവും വിശ്വാസവും പ്രകടിപ്പിക്കുന്നു. പക്ഷേ വയറിൽ തലോടാൻ ആവശ്യപ്പെടുന്നതായി കണക്കാക്കരുത്. ടച്ച് ഉരുമ്മൽ, തലകൊണ്ട് മുട്ടൽ. പൂച്ചകൾ അവയുടെ കവിളുകളിലെയും തലയിലെയും ഫെറോമോണുകൾ അഥവാ ഗന്ധം നിങ്ങളിൽ തേച്ചുപിടിപ്പിക്കുന്നത് നിങ്ങൾ എന്റെയാളാണ് എന്നും ഇവിടെ സുരക്ഷിതമാണ് എന്നും അടയാളപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇത് സ്നേഹബന്ധം സൂചിപ്പിക്കുന്നു. നീഡിംഗ് സാധാരണയായി സന്തോഷിക്കുമ്പോഴോ അല്ലെങ്കിൽ സുഖമായി കിടക്കുമ്പോഴോ മുൻകാലുകൾ കൊണ്ട് തട്ടുന്നത് കാണാം. ഇത് ശാന്തതയുടെയും സംതൃപ്തിയുടെയും അടയാളമാണ്. ഗന്ധം തലകൊണ്ട് മുട്ടുന്നതിലൂടെയും ഉരുമുന്നതിലൂടെയും ഇവ അവയുടെ ഗന്ധം നിങ്ങളിലും ചുറ്റുമുള്ള വസ്തുക്കളിലും നിക്ഷേപിച്ച് സുരക്ഷിതത്വം അടയാളപ്പെടുത്തുന്നു. ഈ രീതികൾ ശ്രദ്ധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതിലൂടെ മനുഷ്യനും പൂച്ചയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സാധിക്കും. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.